ബൈബിൾ അനുസരിച്ച് സാമാന്യവൽക്കരിച്ച ഉത്കണ്ഠ രോഗത്തെ മറികടക്കുന്നു. സാമാന്യവൽക്കരിച്ച ഉത്കണ്ഠ രോഗാവസ്ഥ നിരന്തരമായ ഉത്കണ്ഠ, അസ്വസ്ഥത, ഭയം എന്നിവയ്ക്ക് കാരണമാകുന്നു, പലപ്പോഴും വ്യക്തമായ കാരണമില്ലാതെ. വൈദ്യശാസ്ത്രപരവും ചികിത്സാപരവുമായ സഹായം അത്യന്താപേക്ഷിതമാണെങ്കിലും ആന്തരിക സമാധാനത്തിനും രോഗശാന്തിക്കും വേണ്ടി ബൈബിൾ ശക്തമായ ആത്മീയ സത്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഏറ്റവും ആശ്വാസകരമായ വാക്യങ്ങളിലൊന്നാണ് ഫിലിപ്പിയർ 4:6 ഉത്കണ്ഠപ്പെടരുത്, എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും നന്ദിയോടെ നിങ്ങളുടെ അപേക്ഷകൾ ദൈവത്തോട് സമർപ്പിക്കുക. ദൈവത്തിന്റെ സമാധാനം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കും. നമ്മുടെ ഉത്കണ്ഠകൾ അവനിൽ ഏൽപ്പിക്കാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു. പ്രാർത്ഥന വെറുമൊരു ആചാരമല്ല, സമാധാനത്തിനായി ഉത്കണ്ഠ കൈമാറാനുള്ള ശക്തമായ ഒരു മാർഗമാണിത്. മത്തായി 6:34 യേശു തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാളെയെക്കുറിച്ച് വിഷമിക്കേണ്ട, നാളെ സ്വയം വിഷമിക്കും. വർത്തമാനകാലത്ത് ദൈവത്തിന്റെ കരുതലിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു സമയം ജീവിക്കാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള ധ്യാനം മനസ്സിനെ പുതുക്കാനും സഹായിക്കുന്നു. യെശയ്യാവ് 26:3 പറയുന്നു, സ്ഥിരമനസ്സുള്ളവർ നിന്നിൽ ആശ്രയിക്കുന്നതുകൊണ്ട് നീ അവരെ പൂർണ്ണസമാധാനത്തിൽ കാക്കും. ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ ആന്തരിക കൊടുങ്കാറ്റുകളെ ശാന്തമാക്കും. കൂടാതെ ദൈവം നമ്മെ സമൂഹത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഗലാത്യർ 6:2 വിശ്വാസികളെ പരസ്പരം ഭാരങ്ങൾ ചുമക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു, ഒറ്റയ്ക്ക് പോരാടരുതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉത്കണ്ഠ അമിതമായി തോന്നാമെങ്കിലും നാം ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന് ദൈവവചനം നമുക്ക് ഉറപ്പുനൽകുന്നു. പ്രാർത്ഥന, വിശ്വാസം, അവന്റെ വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള ധ്യാനം എന്നിവയിലൂടെ ഉത്കണ്ഠകൾക്കിടയിലും നമുക്ക് മനുഷ്യബുദ്ധിക്ക് അതീതമായ സമാധാനം അനുഭവിക്കാൻ കഴിയും.